എടുക്കുന്നത് വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മൾ ഹിന്ദി ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പോലെ എല്ലാ ആള് കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പേട്, മരം എന്ന് പറയുന്ന മരത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന, മരം നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി കവിതയായിരുന്നു. ഒരുപാട് ഉള്ളുള്ള ഒരു കവിതയായിരുന്നു അല്ലേ. പെട്ടെന്ന് കാണുന്ന പോലെ അല്ല ആളുള്ളത്, ആള് വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ആ കവിതയുടെ ഉള്ള എന്താണോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് മക്കൾ കേൾക്കണം. ഓക്കെ, നമ്മുടെ പാഠം എഴുതിയ ആള് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ആരാണ്? സുശീൽ ശുക്ലാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് സുശീൽ ശുക്ലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അത് തലയിൽ ഇത് ഇന്ന് കയറ്റി വെച്ചോളാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 മാർക്കിന് ചിലപ്പോൾ കവി ആരാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ആശയം എഴുതുമ്പോൾ മക്കൾ നിർബന്ധമായിട്ടും എന്ത് എഴുതണം, കവിയുടെ ആരാണ് കവി എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിന് സൈഡിൽ മക്കൾ കുഞ്ഞു കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്താണ്, ആ കവിത എന്താണോ അത് തന്നെയാണ് നമ്മുടെ എന്തുണ്ടായിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസിലുള്ളത്. ഓക്കെ, കവിത ഒരു ഏകദേശം എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു ഐഡിയ മക്കൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എന്താണ്, നമ്മുടെ മരം എന്ന് പറയുന്നത്, നമ്മുടെ പേട് എന്ന് പറയുന്നത് ഒരു ദർജിയാണ്. ദർജി എന്ന് വെച്ചാൽ എന്താണ്, ഒരു തയ്യൽക്കാരനാണ് അല്ലെങ്കിൽ തുന്നൽക്കാരനാണ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ പ്രകൃതിയെ ഉണ്ടാക്കുന്ന, പ്രകൃതിയെ തുന്നി ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, തയ്യൽക്കാരൻ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ നമ്മുടെ മരം എന്താണെന്ന് പറയുന്നത്, മനോഹരമായ നമ്മുടെ പ്രകൃതിയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തയ്യൽക്കാരനാണ്, ദർജിയാണ് ആര്, നമ്മുടെ മരം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തുന്നുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മൾ ഒരുപാട് എന്താണ് ഫൂല്, ജമീൻ, ഹവായും എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ മക്കള്. ഓരോ വരിയും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ടാവും. നോക്കുക, ശ്രദ്ധിച്ചേ. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ധൂപ് സിലി തോ ബിഖർ ഗയി कतरन कतरन छायाएं ले इससे क्या दृश्य उबर आता है. ഫസ്റ്റത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടിക്കുന്ന ആളൊന്നുമല്ല. നോക്കിക്കേ, ധൂപ് സിലീത്തോ, നമ്മൾ അതിൽ പറയുന്നുണ്ട് വെയില് തുന്നിയപ്പോൾ നമ്മുടെ മരം എന്ത് ചെയ്തു, വെയില് തുന്നുകയാണേ. വെയില് സിലീത്തോ തുന്നിയ സമയത്ത് ബിക്കറുകൈ എന്ന് വെച്ചാൽ എന്താണ്, ചിതറിപ്പോയി. ചിതറിയിട്ട് എന്താണ് ആയിട്ട് മാറിയിട്ടുള്ളത്, കത്തരൻ കഷ്ണം കഷ്ണം ഛായായെ നിഴലുകളായി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ മിസ്, ഇത് കറക്റ്റ് പറഞ്ഞു തരാം. ഒന്നുമില്ല, നമ്മുടെ മരത്തിന്റെ ഇടയിലൂടെ ഒരു വെയില് ധൂപ്പ് കടന്നു പോവുകയാണ്, വെയിൽ കടന്നു പോവുക എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ ജമീനിൽ, നമ്മുടെ ഭൂമിയിൽ എങ്ങനെയായിരിക്കും കാണുക, എക്സാക്റ്റ് നമ്മുടെ വെയിൽ ഇങ്ങനെ ഉണ്ടാവോ? ഇല്ല, മരത്തിന്റെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇലയുടെ നിഴലും പിന്നെ ആ കുറച്ച് വെയിലും അങ്ങനെ എന്താണ് കഷ്ണമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വെയിൽ തുന്നിയ സമയത്ത് എന്തായി മാറി, കത്തരൻ ഛായയെ നിഴലുകളുടെ കഷ്ണങ്ങളായിട്ട് മാറുകയാണ് എന്നാണ് പറഞ്ഞത്. വെയിൽ കടന്നു പോകുന്നതിനെ വിശേഷിപ്പിച്ചതാണ് അല്ലേ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിസ് ഇപ്പൊ മലയാളത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ മിസ് ഇതേ ഹിന്ദിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോളാം മക്കൾ. നോക്കിക്കേ, എന്താ നമ്മൾ പറയുന്നത്, ജബ് പേട് കി പത്തിയോं के बीच से, നോക്കണേ, ജബ് എപ്പോഴാണോ, പേട് കി പത്തിയോं की, ഹിന്ദി ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം, അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, പേട് കി പത്തിയോं के बीच, പത്തിയോ എന്ന് വെച്ചാൽ എന്താണ്, ഇലകളാണ്. ഈ ഇലകളുടെ ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്, നടുവിലൂടെ എന്നുള്ള അർത്ഥം കേട്ടോ, നടുവിലൂടെ. ധൂപ്പ് ജമീൻ പർ ആത്തി ഹേ, ധൂപ്പ് നമ്മുടെ വെയില് ലാൻഡിൽ എത്തുന്ന സമയത്ത്, അതായത് ഇലകൾക്കടിയിലൂടെ ഇടയിലൂടെ നമ്മുടെ ജമീൻ്റെ അവിടെ എത്തുന്ന സമയത്ത്, തബ് ധൂപ്പ് ഓർ ഛായ കെ ടുക്കടെ ബൻ ജാത്തെ ഹേ. അപ്പൊ എന്താവും, നമ്മുടെ ധൂപ്പിന്റെയും ഛായയുടെയും, അതായത് വെയിലിന്റെയും നിഴലിന്റെയും എന്തായി പോറും, നിഴൽ അല്ലെങ്കിൽ തണൽ എന്നുള്ള അർത്ഥം കേട്ടോ, തണലിന്റെയും ടുക്കടെ എന്ന് വെച്ചാൽ എന്താണ്, കഷ്ണമായിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുള്ള സിമ്പിൾ സാധനമല്ലേ. അതായത് നമ്മുടെ മരത്തിന്റെ പത്തിയുടെ ഉള്ളിലൂടെ കെ ബീച്ച് ഇത് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, ധൂപ്പിന്റെയും ഛായയുടെയും കത്തരൻ കഷ്ണങ്ങളായിട്ട് മാറും. അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു വേറെ വാക്കാണ് എന്ത്, ടുക്കടയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ എഴുതുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതങ്ങനെ മക്കളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അത് വരിയുടെ എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് വലിയ കാര്യമാണ് പറയുന്നുണ്ടായിരുന്നത് അല്ലേ. നോക്കിക്കേ, മിട്ടി രംഗ്
ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്. ഈ ലൈനിൽ എന്താണ് നമ്മുടെ പേട് എന്താണ്, നമ്മുടെ മരം എന്താണ് ചെയ്യുന്നത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു മരം എന്ത് ചെയ്യുന്നുണ്ട്? മിട്ടി, നമ്മുടെ മണ്ണ്, രംഗ് ഓക്കെ, രംഗ് എന്ന് വെച്ചാൽ നിറം എന്നാണ് അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, നിറം എന്നാണ് അർത്ഥം. പക്ഷേ നമ്മുടെ ഇവിടെ നിറം നിർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? രംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനോഹരമായ പൂക്കൾ, ഫൂൽ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പച്ചപ്പ്, ഹരിയാലി, ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഹരിയാലി, നമ്മുടെ മരം നിറങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്, പിന്നെ പച്ചപ്പുണ്ട്, അങ്ങനല്ലേ, പച്ച കളറ്, ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ, അങ്ങനെ ഒരുപാട് നിറങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ നിറങ്ങൾ എന്ന് പറയുന്നത് വെറും നിറമാണോ? അല്ല, നമ്മുടെ ഫൂൽ, ഹരിയാലി ചെന്നാണ് പച്ചപ്പാണ് കേട്ടോ. പച്ചപ്പ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് മിസ് പറഞ്ഞത്. എന്താണ്, പെട്ടെന്നൊരു ലൈനായിട്ട് നമുക്ക് വെറുതെ ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ വേറെ അർത്ഥമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച്, എന്താണ് മിട്ടി, രംഗ്, ഹവ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റായിട്ടും എടുക്കാം, നമുക്ക് വായുവായിട്ടും എടുക്കാം അല്ലേ. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, മരം നമുക്ക് എന്ത് തരുന്നു? വായു തരുന്നു, നമുക്ക് ഓക്സിജൻ തരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ മരം ചെയ്യുന്ന പണികളാണ് പറയുന്നത്. മണ്ണിനെ, പിന്നെന്താണ്, ഈ പൂക്കളെയും ഹരിയാലി പച്ചപ്പിനെയും, ഹവ വായു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാറ്റിനെയും, പാനി എന്ന് വെച്ചാൽ എന്താണ് വെള്ളത്തെയും ഒക്കെ, ജോഡാ ദിയ എന്ന് വെച്ചാൽ എന്താണ് കൂട്ടിച്ചേർത്തു എന്നുള്ള അർത്ഥമാണ് അല്ലേ. കൂട്ടിച്ചേർത്തു, എന്നിട്ട് എന്തായി? തരാശ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിർമ്മിക്കുക അല്ലെങ്കിൽ രൂപം നൽകുക, രൂപകൽപ്പന ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള വരിയാണിത്. നോക്കിക്കേ, മിട്ടി, രംഗ്, ഹവാ, പാനി, മണ്ണിനെയും രംഗ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? പൂക്കളും പച്ചപ്പും ആണല്ലേ. നല്ല നിറമുള്ള പൂക്കളും നല്ല നിറമുള്ള നമ്മുടെ ഒരു പച്ചല്ലേ, പച്ച കളറിനൊക്കെയാണ് ഉദ്ദേശിച്ചത് രംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. പച്ചപ്പിനെയും, പിന്നെന്താണ് ഹവ നമ്മുടെ വായു അല്ലെങ്കിൽ നമ്മുടെ കാറ്റിനെയും, പാനി വെള്ളം, ഇതിനൊക്കെ ഒരുമിച്ച് ചേർത്ത് എന്തുണ്ടാക്കിയിട്ടുണ്ട്? മനോഹരമായ പ്രകൃതിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? നമ്മുടെ മരം എന്ന് പറയുന്നത്. ഇതൊക്കെ ചേർന്നത് നമ്മുടെ പ്രകൃതിയിലെ വായും വെള്ളവും എന്താണ് മണ്ണും ഒക്കെ ചേർന്നതാണ് നമ്മുടെ പ്രകൃതി. ഈ പ്രകൃതിയെ തരാശ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്? രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്, ഒരു രൂപം നൽകിയിട്ടുണ്ട്. ആര്? നമ്മുടെ പേട്, നമ്മുടെ മരം അല്ലേ. അപ്പൊ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇസ്കാ താത്പര്യ ക്യാ ഹേ, ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് ചോദിച്ചത്. അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? ഹിന്ദിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് മലയാളത്തിൽ പറഞ്ഞ സാധനം നമ്മൾ ഹിന്ദിയിൽ എഴുതാൻ പോവാണേ. നോക്കിക്കേ, ശ്രദ്ധിച്ച് കേട്ടോളേ മക്കള്. പേടിനെ, നമ്മുടെ മരം, മിട്ടി മണ്ണിനെയും, രംഗ് നിറം എന്ന് പറഞ്ഞാൽ എന്താന്ന് മക്കൾ ആലോചിക്കണേ. ദേ രംഗ് എന്ന് വെച്ചാൽ ഇതേ ഫൂലും ഹരിയാലിയും ആണെന്നുള്ള കാര്യം ആലോചിക്കണം. നോക്കിക്കേ, മണ്ണിനെയും രംഗിനെയും, ഹവ വായു അല്ലെങ്കിൽ കാറ്റിനെയും, പാനി വെള്ളത്തെയും, ഇൻ സബ് തത്വോങ്കോ ഈ എല്ലാ തത്വങ്ങളെയും, ജോഡ്കർ ഒരുമിച്ച് ചേർത്ത്, നോക്കണേ, ഒരുമിച്ച് ചേർത്ത് എന്തുണ്ടാക്കി? പ്രകൃതി ബനായി ഹേ, നേച്ചറിനെ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ ഈ ഒറ്റൊരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ചേർത്തിട്ടാണ് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ നേച്ചറിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വരി മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. തരാശ് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, രൂപം നൽകുക, രൂപകൽപ്പന ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇതിനൊക്കെ ചേർത്തിട്ടാണ് പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ മരമാണ്, പേടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇതെന്തായാലും പഠിക്കണം കേട്ടോ. അപ്പം ഇതൊക്കെ ഉള്ളിലോട്ടുള്ള മീനിങ് മനസ്സിലാക്കാൻ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മിസ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മലയാളം ശരിക്കും കേൾക്കണം, അതിൻ്റെ അർത്ഥങ്ങളും ശരിക്കും പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണേ. നേരത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധമുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. നോക്കണേ, രംഗ് മെഹക്കി ഹുയി സിലായി ഇസ്കാ മത്ലബ് ക്യാ ഹേ. നോക്കണേ, മിസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ രംഗ് നിറങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്നാ പറഞ്ഞത്? നമ്മുടെ ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഹരിയാലി പച്ചപ്പൊക്കെയാണ് എന്തുദ്ദേശിച്ചത്? രംഗ് നിറങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. വെറുതെ മരം നിറം തുന്നി എന്ന് നമ്മൾ പറയത്തില്ലല്ലോ. നിറങ്ങൾ തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, മിട്ടി തുന്നിയിട്ട് നിറം ഉണ്ടാക്കി നമ്മൾ പഠിച്ചല്ലേ. നിറം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഒരുപാട് മനോഹരമായ പൂക്കളുണ്ട് നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ, ഒരുപാട് പച്ചപ്പുണ്ട് നമ്മളെ പ്രകൃതിയിൽ. അപ്പോൾ ഇവിടുത്തെ രംഗ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിച്ചോണേ, രംഗ് മെഹക്കി ഹുയി സിലായി.
എന്തിനെ തുന്നി ചേർത്തു എന്നാ പറയുന്നത്? രംഗ് മെഹക്കി, നിറങ്ങളുടെയും മണത്തിന്റെയും എന്താണ് ഒരുമിച്ച് ചേർത്ത് തുന്നി ചേർത്തു എന്നാണ് പറയുന്നത് അല്ലെ. മരം ചെയ്ത ഒരു കാര്യം എന്താണ്? രംഗ് മെഹക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സുഗന്ധം എന്നുള്ള അർത്ഥമാണ്. പൂക്കൾക്ക് സുഗന്ധം ഉണ്ടാവത്തില്ലേ? നല്ല മണം ഉണ്ടാവത്തില്ലേ? നമ്മുടെ പൂക്കളെയും സുഗന്ധത്തിനെയും ഒരുമിച്ച് ചേർത്തത്, തുന്നി ചേർത്തത് ആരാണെന്നാ പറയുന്നത്? നമ്മുടെ മരമാണ് എന്നാണ് പറയുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മുടെ എന്താണ്? ഈ ഒരു പ്രകൃതിയെ മൊത്തം ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ മരമാണ്. ഈ ഒരു പ്രകൃതിയെ മൊത്തം ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ മരമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പം രംഗ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? പൂക്കളും നമ്മുടെ പച്ചപ്പൊക്കെയാണ്. പിന്നെ മെഹക് എന്ന് വെച്ചാൽ എന്താണ്? സുഗന്ധമാണ് അല്ലേ. ഇതിന് രണ്ടെണ്ണത്തിനെയും സിൽക്കർ തുന്നി ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി ഉണ്ടാക്കി എന്നുള്ളതാണ് ഉദ്ദേശം. നോക്കിക്കേ, രംഗ് മെഹക്കി ഹുയി സിലായി, രംഗിന്റെയും സുഗന്ധത്തിന്റെയും തുന്നി ചേർത്തു അല്ലെ, സുഗന്ധത്തിനെയും തുന്നി ചേർത്തിട്ടുണ്ട് നമ്മുടെ മരം എന്നാണ്. ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. ഇത്രയും നേരം മിസ് ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതിന്റെ അർത്ഥം തന്നെയാണ്. ഓക്കെ, മലയാളം അർത്ഥമാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് ഹിന്ദിയിലേക്ക് ആക്കാവേ. നോക്കണേ, യഹാം രംഗ്, ഇവിടെ രംഗ് നിറം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഫൂലോം ഓർ ഹരിയാലി കാ പ്രതീക് ഹേ. യഹാം രംഗ് എന്ന് പറയുന്നത് ഫൂലോം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പൂക്കളാണ് കേട്ടോ. പൂക്കളിന്റെയും ഹരിയാലി എന്ന് വെച്ചാൽ എന്താണ്? പച്ചപ്പാണ് അല്ലെ, പച്ചപ്പിന്റെയും പ്രതീകമാണ്, സിമ്പലാണ്. ഓക്കെ, അത് വെച്ച് നമ്മൾ പറയുകയാണേ, ഇസ് പങ്ക്തി മേ, ഈ വരിയിൽ, പങ്ക്തി എന്ന് വെച്ചാൽ വരിയിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. വരി എന്ന് പറഞ്ഞാൽ പങ്ക്തി എന്നാണ് കേട്ടോ. പങ്ക്തി എന്ന് വെച്ചാൽ വരികൾ. ഈ വരിയിൽ കഹാ ഗയാ ഹേ കി, പറയുന്നത് എന്തെന്ന് വെച്ചാൽ പേടിനെ ഫൂലോം ഓർ സുഗന്ധോം കോ ജോഡ് ദിയാ ഹേ, നമ്മുടെ പേടിനെ, മരം എന്ത് ചെയ്തിട്ടുണ്ട്? പൂക്കളെയും സുഗന്ധങ്ങളെയും ജോഡ് ദിയാ ഹേ, ഒത്തുചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലേ. ചേർത്തു എന്നുള്ളതാണ്. ജോഡ് ദിയാ ഹേ, ചേർത്തു. അതായത് പൂക്കളെയും സുഗന്ധത്തെയും തുന്നിയിട്ടുണ്ട്, പൂക്കളെയും സുഗന്ധത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിച്ച് ചേർത്തിട്ടുണ്ട് നമ്മുടെ പേട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ രംഗ് ഫൂലും ഹരിയാലിയും ആണ് എന്നുള്ള കാര്യമാണ് മക്കൾ ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ നിറങ്ങൾ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോയി, അപ്പൊ മക്കൾക്ക് മനസ്സിലാവത്തില്ല ഒന്നും. ഇവിടെ ഈ ഒരു പിക്ചറെങ്കിലും ആലോചിച്ച് വെക്കുക. രംഗ്, നിറങ്ങൾ, ഹായ് പൂക്കള്, ഹായ് പച്ചപ്പ്, അതൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഇതിനെയും സുഗന്ധത്തെയും നല്ല മണത്തിനെയും എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ മരം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും മക്കൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് ലാസ്റ്റിലോട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണ്? ആം കെ പേടില് ആം കെ പേടിന്റെ സ്വാദുണ്ട്, മാങ്ങയില് മാങ്ങയുടെ സ്വാദുണ്ട്, പിന്നെന്താണ്? ഞാവൽ പഴത്തില് ഞാവൽപ്പഴത്തിന്റെ സ്വാദുണ്ട്. അതായത് ഈ മരം വേറെ വേറെ മരങ്ങളാണ് ഇതൊക്കെ അല്ലേ. പക്ഷെ അതിനൊക്കെ എന്താണ്? അതിന്റെ സ്വാദും അതിന്റെ വിശേഷതകളൊക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. മാങ്ങയ്ക്ക് മാങ്ങേൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാവൽപ്പഴത്തിന് ഞാവൽപ്പഴത്തിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. വേറെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ തോട്ടമാണെങ്കിൽ തോട്ടത്തിൻ്റെതായ ഒരു വിശേഷത ഉണ്ട്. അതേപോലെ തന്നെയാണ് വനക്കേ പേടുമേ വനക്കേ സ്വാദ് സിലേഹേ എന്ന് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. എന്താണ്? വനത്തിലെ, വനക്കേ എന്ന് വെച്ചാൽ എന്താണ്? വനം, നമ്മുടെ ഫോറസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്, കാടാണ് ഉദ്ദേശിച്ചത് അല്ലെ. വനത്തിലെ മരത്തിന് വനത്തിന്റെ സ്വാദ് സിലേഹേ, സ്വാദ് സിലേഹേ എന്ന് വെച്ചാൽ എന്താണ്? സ്വാദ് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാദ് തുന്നിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം അല്ലേ. ഓക്കെ, അതെന്ത് ഉദ്ദേശിച്ചത്? നമ്മൾ നോക്കാം, നമ്മുടെ നാട്ടിലെ മരം പോലെയാണോ നമ്മുടെ വനത്തിലെ ഫോറസ്റ്റിലെ മരം ഉണ്ടാവുക? അല്ല, അതിന് കുറച്ച് സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരു ഔഷധ മരമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചന്ദന മരം, അങ്ങനെയൊക്കെ കാടിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ. അപ്പൊ എല്ലാ മരങ്ങളും എന്തല്ല, ഒരേപോലെയല്ല, ഡിഫറെന്റ് ആണ്. ഓരോ സ്ഥലത്തുള്ള മരങ്ങൾക്കും എന്താണ്? ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വരിയിൽ ഉദ്ദേശിച്ചത്. എന്താണ്? കാട്ടിനുള്ളിലുള്ള മരങ്ങൾക്ക് എന്താണ്? ആ കാടിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നോക്കിക്കേ, വനക്കേ പേടുമേ വനക്കേ സ്വാദ് സിലേഹേ, വനത്തിലെ മരത്തിൽ വനത്തിന്റെ സ്വാദ് എന്ത് ചെയ്തിട്ടുണ്ട്? തുന്നി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? വനങ്ങളിലെ ഫോറസ്റ്റിലെ മരങ്ങൾക്ക് ആ ഫോറസ്റ്റിൻ്റെതായ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. നോക്കിക്കേ, ഇസ്കാ മത്ലബ് ക്യാ ഹേ ചെന്ന് ഇതിനോട് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇതേ സിമ്പിൾ ആൻസർ ആണ്. വനക്കേ പേടോമേ वन से जुड़ी कुछ विशेषताएं शामिल होते हैं. മലയാളത്തിൽ പറയാമോ മിസ്? വന കെ പേടോമേ, വനത്തിലെ മരത്തിൽ,
ഓക്കെ, വനങ്ങളിലെ ഫോറസ്റ്റിലെ മരത്തിൽ വനസേ ജുടി, ആ ഫോറസ്റ്റിനെ ജുടി എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഫോറസ്റ്റിനെ സംബന്ധിച്ച, ആ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട, ജുടി എന്ന് വെച്ചാൽ അതാർത്ഥം കേട്ടോ, ബന്ധപ്പെട്ട, സംബന്ധിച്ച, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുച്ച് വിശേഷതായും, വിശേഷതായം എന്ന് വെച്ചാൽ എന്താണ്, സ്പെഷ്യാലിറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത, ഷാമിൽ ഹോത്തേ ഹെ, ഷാമിൽ ഹോത്തേ എന്ന് വെച്ചാൽ ചേർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്, ചേർന്നിട്ടുണ്ടാകും എന്നുള്ള മീനിങ് ആണ്. അതായത് വനത്തിലെ ഫോറസ്റ്റിലെ മരത്തിന് അതിൻ്റെതായ ആ ഒരു വനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഇത്ര മാത്രമാണ് ഉദ്ദേശിച്ചത്. ആ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഉള്ളു പറഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമ്മുടെ വരിയുടെ പ്രത്യേകത പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് മക്കൾ ഇതെന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ലൈൻ ബൈ ലൈനും അർത്ഥം മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.